ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ചൈൽഡ്ഹുഡ് അഥവാ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. ഇത് സംസാരിക്കാൻ ഒരു റീസൺ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. ഒരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിനെ വിളിച്ച് സംസാരിക്കുകയാണ്. വെക്കേഷൻ ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നു എന്നതാണ് കുട്ടിയുടെ പരാതി. അതിന് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്കിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തന്നെ തോന്നാനുള്ള കാരണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു 3 ഇയർ ആകുമ്പോൾ തൊട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിലും മറ്റും ചേർത്താനായിട്ട് തുടങ്ങുകയാണ്. അവരിലേക്ക് പഠനഭാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അല്ല എന്നാണ് മറുപടി. എന്നാൽ പഴയ കാലത്തിലോട്ട് തിരിച്ചു പോകാനോ ആ ഒരു സിസ്റ്റം കൊണ്ടുവരാനോ നമുക്ക് സാധിക്കില്ല. മുന്നോട്ട് പോകുന്ന കാലത്തിനൊത്ത് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ പഠനഭാരം മാത്രമായി മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ രസകരമായ ചൈൽഡ്ഹുഡാണ്, കുട്ടിക്കാലം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വലുതായി നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും കിട്ടി ഒരുപാട് ശമ്പളത്തിലൊക്കെ ഉള്ള ജോലിയിൽ കയറി ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് നമുക്ക് ആ കുട്ടിക്കാലം അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം കുട്ടിക്കാലം അത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ തന്നെ കിട്ടണം. നമുക്കറിയാം, ഒരു എക്സാം ആയി കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് വേണ്ട ജ്യൂസും ചായയൊക്കെ തന്ന് പഠിക്കി പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും. എന്നാൽ ഈ പറയുന്ന പാരൻസ് തന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടാവില്ല. കാരണം എക്സാമിന് അത്രയധികം റോൾ ഉള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ പഠനത്തിന് അത്രയധികം വില കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. എന്നാൽ അത് മാത്രം പോരാ, നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ കുട്ടിക്കാലം കൂടി മനോഹരമാക്കാനായിട്ട് നോക്കണം. എക്സാമിന് കൂടെ ഇരിക്കുന്നത് പോലെ നമ്മൾ കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കളിക്കുമ്പോഴും നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ തലോടിയും അവരുമായിട്ട് സംസാരിച്ചും അവരുടെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കാനായിട്ട് നോക്കണം. കാരണം നമ്മൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള സമയമാണ്. നമ്മൾ ഈ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ ഇതൊക്കെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അതുകൊണ്ട് പഠനം മാത്രം പോരാ, പഠനത്തിൻ്റെ കൂടെ കളിയും തമാശയും മനോഹരമായ ഒരു കുട്ടിക്കാലം കൂടി വേണം. അവരുടെ കൂടെ കളിക്കാനും സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ മാറ്റി വെച്ചേ മതിയാവും. എക്സാമിന് കൊടുക്കുന്ന ശ്രദ്ധ നമുക്ക് കുറച്ച് കളിയിലും കൊടുക്കാം. കളിച്ചാണ് വളരേണ്ടത്. കളിച്ച് വളരുമ്പോഴാണ് അത് മനോഹരമായതും ഭാരമില്ലാത്തതുമായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വളരെ ഭാരം കൂടിയ ഒന്നായി മാറും. പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി കഴിഞ്ഞാൽ അച്ഛന്മാരും അമ്മമാരൊക്കെ വലിയ തിരക്കിലായിരിക്കും. ഏത് സ്കൂൾ കൊടുക്കണം, ഏത് വിദ്യാഭ്യാസം കൊടുക്കണം, ഏതാണ് ശരിയായ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള 100 കണക്കിന് ടെൻഷൻ. അങ്ങനെ അതിൽ നിന്നും ഏറ്റവും ബെറ്റർ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. എന്നാൽ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വെറും പഠിത്തം മാത്രമായി 24 മണിക്കൂറും നമ്മൾ ബുക്ക് മാത്രം, സ്കൂളിലും ബുക്ക് വീട്ടിൽ വന്നാലും ബുക്ക്, ഈ സിസ്റ്റമുള്ള ഒരു കരിക്കുലം സ്വീകരിക്കാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. വെറും പഠനം മാത്രമാകുമ്പോൾ വേഗം മടുക്കും. നമുക്ക് നമ്മുടെ രസകരമായ കാലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കൂടെ പഠനത്തോടൊപ്പം കളിയും തമാശകളും കളിക്കാനുള്ള ഒരുപാട് ഗെയിംസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതി തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതാകുമ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടാണ് വളരുന്നത്. അവർക്ക് നല്ലൊരു മനോഹരമായ ചൈൽഡ്ഹുഡ് കിട്ടുകയും ചെയ്യും. കൂടെ നമുക്കും അവരുടെ വളർച്ചയിൽ അഭിമാനിക്കാനും കഴിയും. സോ എനിക്ക് പറയാനുള്ളത്, കളിക്കുക, മാക്സിമം കളിച്ചുകൊണ്ട് തന്നെ പഠിക്കുക. വെക്കേഷൻ ആയിക്കോട്ടെ, ആ സമയമൊക്കെ അവർക്കുള്ളതാണ്. അവരെ വിട്ടുകൊടുത്തേക്കുക, അവർ കളിക്കട്ടെ. അതിനിടയിലും നമ്മൾ അവരെ പിടിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് അത്ര ശരിയല്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നുണ്ട്, നീ ഒരു 7th സ്റ്റാൻഡേർഡ് ആയ കുട്ടിയല്ലേ, നീ കളിക്കും, നീ നന്നായി കളിച്ചിട്ട് പഠിക്കുക എന്നത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. നന്നായിട്ട് കളിക്കുക, ലൈഫ് ആസ്വദിക്കുക, കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവരെ കൂടുതൽ മനോഹരമാക്കും. അവരുടെ മനോഹരം കണ്ട് നമുക്കും സന്തോഷിക്കാം.